നമസ്കാരം. കഥകളി എന്തുകൊണ്ട് ലോകോത്തര കലയാകുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മുരിങ്ങൂർ ശങ്കരൻ പോറ്റിയുടെ കുചേലവൃത്ത മാട്ടക്കഥ വിശ്വാസികൾക്ക്, ഭക്തർക്ക്, കഥകളി ആസ്വാദകർക്ക് ഭക്തിയുടെ ഒരു വലിയ അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. ഒരു കലാകാരൻ ആ കഥാപാത്രമാവുകയാണ്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ അതിലുണ്ടാവും. കലാകാരൻ കഥാപാത്രമായില്ലെങ്കിൽ അതിനുള്ള ഒരു ന്യൂനതയുണ്ടാവും. അത് നമ്മൾ അത് വരുന്നതാണ്, വന്നു പോകുന്നതാണ്. കാരണം വരണമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്താൽ ചിലപ്പോൾ വന്നില്ലാന്നും വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യവസ്ഥിതി. അങ്ങനെ 63 വർഷമായിട്ട് ഞാൻ ഇതിലേക്ക് സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ജീവിതമൊക്കെ നടക്കുന്നു. എൻ്റെ അച്ഛൻ ഓയൂർ കൊച്ചുഗോവിന്ദപ്പുഴ അച്ഛനാണ് ആദ്യത്തെ ഗുരു. അത് പിന്നെ പഠിച്ച് അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് ഒരു 3 വർഷത്തോളം കളിക്കൊക്കെ പോയി. പിന്നെ 65 കേരള കലാമണ്ഡലത്തിൽ ചേർന്നു. അങ്ങനെ ഗോപിയാശാൻ്റെയും രാമമുടിരാശാൻ്റെയും ശിഷ്യനായിട്ട് ആ കോഴ്സ് പൂർത്തിയാക്കി. പിന്നെ ഒരു വർഷത്തോളം കൃഷ്ണൻ നായരാശാൻ്റെ അടുക്കെ പിന്നെ ഓരോ കഥാപാത്രങ്ങളെ പറ്റിയും പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. അതിനുശേഷം ഇങ്ങനെ നടക്കുക. എൻ്റെ പേര് കലാമണ്ഡലം ഓയൂർ രതീശൻ. 6 പതിറ്റാണ്ടായി ഈ ഒരു മേഖലയിൽ ഞാൻ 8 വയസ്സിൽ പഠിച്ചു. അപ്പോൾ കലാമണ്ഡലത്തിൽ പോകുമ്പോഴത്തേക്ക് 11 വയസ്സാവും, 12 വയസ്സാകേണ്ടി ഉള്ളൂ. 6 വർഷത്തെ കോഴ്സ്. കഥകളിയിലേക്ക് എത്തി എത്ര നാളായി? 2 വർഷമായി, 2-3 വർഷമായി. പച്ച വേഷമാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനത്തെ വേഷമാണ് കൃഷ്ണ പുറപ്പാടിലെ കൃഷ്ണ വേഷമുണ്ട്. പിന്നെ മണികണ്ഠനായിട്ട് അടുത്ത വേഷം. പാഷൻ തന്നെയാണ് മെയിനായിട്ട്. ഇഷ്ടം കഥകളോട് ഇഷ്ടം തന്നെയാണ്. ഞാൻ ക്ലാസിക്കൽ ഡാൻസറാണ്. എൻ്റെ കൂടെ കഥകളി ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും കൃഷ്ണന് പൊതുവെ ഇഷ്ടം പച്ചവേഷമാണ് കൃഷ്ണൻ. ഒരുപാട് പഠിക്കണം, കളി ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഇന്നിപ്പോൾ കിട്ടുന്ന രുക്മിണിയാണ്, ഫസ്റ്റ് പുറപ്പാടാണ്, അതിൽ ലാസ്റ്റ് വേഷം കുന്തിയാണ്. ഒരുപാട് പേരിപ്പം ഇനിയും കടന്നു വരണം തന്നെയാണ്. കാരണം ഇപ്പം എല്ലാവരും ഇപ്പം നോക്കുകയാണെങ്കിൽ തന്നെ ഒരു വീട്ടിൽ ഒരു പെൺകുഞ്ഞുണ്ടെങ്കിൽ അവരെന്തായാലും കലാപം പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് പേരിപ്പം കഥകളിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനിയും മുമ്പോട്ട് വരണം എന്ന്. കാരണം ഞാൻ പഠിച്ചൊരു കലാരൂപം മറ്റുള്ളവർക്ക് അതായത് എൻ്റെ ഗുരു പറഞ്ഞിട്ടുള്ളത് നമ്മൾ പഠിച്ചൊരു കാര്യം മറ്റുള്ളവർ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. കലാമണ്ഡലം ശിവദത്ത കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇന്നലെ എനിക്ക് കൃഷ്ണൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് കിരാതം അർജുനനായിരുന്നു. ഇന്നിപ്പം ദൂതനുണ്ട്, അത് കഴിഞ്ഞിട്ട് എനിക്ക് കൃഷ്ണനുണ്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് കിട്ടുന്ന വേഷം നന്നായിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അറിഞ്ഞ് നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാൻ പണ്ടുമുതൽ ഡാൻസറാണ്, ഭരതനാട്യമാണ് പഠിച്ചത്. എൻ്റെ അച്ഛനൊരു സ്കൂളുണ്ട്, ശ്രീകണ്ഠേശ്വര കലാക്ഷേത്ര എന്ന് പറഞ്ഞ വിളപ്പിൽശാല. അവിടെയാണ് എൻ്റെ 6ാമത്തെ വയസ്സിൽ ഭരതനാട്യം അരങ്ങേറിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കലാമണ്ഡലത്തിൽ എൻ്റെ 10ാം ക്ലാസ്സിന് ശേഷം ആദ്യം ഞാൻ നെല്ലിയോട് വാസുദേവ നമ്പൂരിയുടെ കീഴിലാണ് കഥകളി പഠിച്ചു തുടങ്ങിയത്. ദെൻ അത് കഴിഞ്ഞിട്ട് കലാമണ്ഡലത്തിൽ പോയി അവിടെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോൾ നാട്യശാലയിൽ വന്ന് പഠിക്കുകയാണ്. ഭാവി പരിപാടിയിൽ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോകണം. പിന്നെ അല്ലാണ്ട് കഥകളിയിൽ തന്നെ കുറച്ച് റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ബിസിനസ്സിലും ഉണ്ട്. ഇപ്പം
എല്ലാവരും പറയുന്നു തിരുവനന്തപുരത്ത് കളി കുറവാണ് എന്നാണ്, അതായത് കഥകളി പ്രോഗ്രാമേ ഇല്ലെന്നാണ് പറയുന്നത്. എന്നാൽ തിരുവനന്തപുരം കൊല്ലമാണ് ഏറ്റവും കൂടുതൽ പരിപാടി നടക്കുന്നത്. ഏകദേശം ഒരു വർഷം തന്നെ നോക്കുന്നെങ്കിൽ 150-ന് മേലുള്ള പ്രോഗ്രാംസാണ് ഈ ട്രിവാൻഡ്രം കൊല്ലം എന്നുള്ള ഈ 2 സ്ഥലങ്ങളിൽ നടക്കുന്നത്. വടക്കോട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ തെക്കൻ നാട്ടിലെ കൂടുതലാണ് കഥകളി. കഥകളിക്ക് സ്റ്റുഡൻസ് പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പിന്നെ കുറേ അധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് നിലവിൽ. വിദേശികൾ വരുന്നത് ഇപ്പോൾ കുറവെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ തോന്നുന്നത്. അതെ. കൃഷ്ണനും കുചേലനും വേർപിരിഞ്ഞത് വളരെ ചെറുപ്പത്തിലാണ്. ഒരുപാട് കാലം കഴിഞ്ഞു കൃഷ്ണൻ യാദവ വംശത്തിൻ്റെ രാജാവായി 7 നിലയുള്ള മാളികയുടെ മുകളിൽ താമസിക്കുകയാണ്. 7 നിലയുള്ള മാളികയുടെ മുകളിൽ ഭഗവാൻ ഇരിക്കുകയാണ്, ലക്ഷ്മി ദേവിയുണ്ട്. ലക്ഷ്മി ദേവിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, സുഖമായിട്ട് ജീവിക്കുന്നു. എന്നാൽ ഇതേ സമയം ഈ സുധാമാവും കുചേലനും 28 മക്കളായി, ഭാര്യയുണ്ട്, ഒരു നേരത്തെ വൈകി ആഹാരം കിട്ടിയാൽ കിട്ടി, അത്ര ദാരിദ്ര്യമാണ്. ഇതിൻ്റെ പുറകിലൊരു കഥയുണ്ട്, അത് പറഞ്ഞു തരുന്ന അമ്മൂമ്മയ്ക്ക് സമ്മാനം വാങ്ങിച്ചു കൊടുത്തത്, അപ്പൂപ്പൻ അമ്മൂമ്മയ്ക്ക്. ആ കഥ ഞാൻ അവസാനം സൂചിപ്പിച്ചത്. അപ്പോൾ കുചേലൻ്റെ ഭാര്യ പറയുകയാണ്, അതിപ്പോൾ ഇല്ല എങ്കിലും കുചേലൻ്റെ ഭാര്യ പറയും, നിങ്ങളുടെ കൂട്ടുകാരനാണെന്നല്ലേ പറയപ്പെടുന്നത്. ഇതിൽ നിന്നൊരു സിനിമയും ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. കഥ തുടരുമ്പോഴോ കഥ പറയുമ്പോൾ നമ്മളൊരു സിനിമ ശ്രീനിവാസൻ്റെ മമ്മൂട്ടി, അതുപോലത്തെ അതേ സെയിം കഥ തന്നെയാണ്. നിങ്ങളെ കൂട്ടുകാരനല്ലേ കൃഷ്ണൻ, രാജാവല്ലേ, പോയി എന്തെങ്കിലും ചോദിക്കുന്നു പറയും. കുചേലൻ പറയും, ആ ശരി, പക്ഷെ ഞാൻ എങ്ങനെ വെറും കൈയോടെ പോകും. അങ്ങനെ ഇവരെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം തെണ്ടി അലഞ്ഞ് നടന്ന് കുറേ നാറുന്ന പുഴുത്ത അവല് കിട്ടി.
അവിടെ നിന്നുള്ളതൊക്കെ. അന്നൊക്കെ അവരൊരു ഭക്ഷണമാണ് രാവിലെയൊക്കെ. ഇന്നും നോർത്ത് ഇന്ത്യയിൽ പോയാൽ പലയിടത്തും വൃന്ദാവൻ ആ സൈഡിലൊക്കെ അവൽ ആഹാരമായിട്ടുണ്ട്, പോക ചേർത്ത് തരും. ആ അവലിനെ കുത്തി ഒരു 2 പിടി 3 പിടി അവലുണ്ട്. അതിനെ ഒരു നാർന്ന് അലക്കി ഉണക്കി കീറിയ ഒരു തുണിയിൽ പൊതിഞ്ഞ് കുചേരൻ ഒരു കീറിയ ഓലക്കുടയും കൊണ്ട് കൃഷ്ണനെ കാണാൻ ഇങ്ങനെ യാത്ര വേണം. അപ്പോൾ പോകുന്ന വഴിക്ക് ആണ് ഇവിടെ കഥ തുടങ്ങുന്നത്. കുചേരൻ സ്വയം ആലോചിക്കണം, എന്നെ കണ്ടു കഴിഞ്ഞാൽ പടുക്കിഴവനെ പോലിരിക്കുന്നു, താടിയും നരച്ച് ശരീരമൊക്കെ ചുക്കി ചുളുങ്ങി, ഞാനിങ്ങനെ പോയണം. ഭഗവാനാണെങ്കിൽ അവിടെ 7 മാളികയിലും രാജ്യഭരണമായിട്ടിരിക്കുന്നു, എന്നെ കണ്ടാൽ തിരിച്ചറിയുമോ എന്തോ. പഴയ കാര്യം പറഞ്ഞ് കൂട്ടുകാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് നിന്ന് ആ സെക്യൂരിറ്റി പിടിച്ച് പുറത്തുകളയോ വലിയ അകത്ത് കയറ്റിവിടാൻ പറ്റും. ഇങ്ങനെ സങ്കടപ്പെട്ട് പോയാണ്, എന്ത് ചെയ്യും. പക്ഷെ എങ്കിലും കുചേരൻ ഒരു വിശ്വാസം, ഭഗവാൻ എന്തെങ്കിലും ചോദിച്ചു വരുന്നാലും ഒരിക്കലും പുറത്താകില്ല, പ്രത്യേകിച്ച് ഒരു ബ്രാഹ്മണനായോണ്ട്. അങ്ങനെ കുചേരൻ വളരെ സരണീ പരിശ്രമം, വളരെ കല്ലും മുള്ളും ഒക്കെ കിട്ടി ചവിട്ടി നടന്ന് കിട്ടുന്ന വെള്ളമൊക്കെ കുടിച്ച് ഈ അവരപ്പോഴും കൈ പിടിച്ചേക്കാണ് ഭഗവാൻ കൊടുക്കാൻ വേണ്ടി. കക്ഷത്ത് പിടിച്ചിങ്ങനെ അമർത്തിക്കൊണ്ടങ്ങ് നടന്നു പോയി ഭഗവാന്റെ അവിടെ എത്തുകയാണ്. ഈ സമയം അവിടെ 7ാമത്തെ മാളികയിലും കൊണ്ട് ലക്ഷ്മി ദേവിയായിട്ടിരുന്ന തമാശയൊക്കെ പറഞ്ഞ് കൃഷ്ണന്റെ തനി സ്വഭാവത്തിൽ പെരുമാറി ചൂതൊക്കെ കളിച്ച് ദേവിയെ കള്ളം പറഞ്ഞ് പറ്റിച്ച് കളിച്ച് രസിച്ചുകൊണ്ടിരുന്ന ഭഗവാൻ പെട്ടെന്ന് കരയാൻ തുടങ്ങും. അപ്പം ദേവിക്ക് എന്താ കരയുന്നത് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയും, ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ, എനിക്കൊരു ഉറ്റ സുഹൃത്തുണ്ട്, ഭയങ്കര കൂട്ടുകാരുണ്ടായിരുന്നു, കുചേരൻ എന്ന് പറഞ്ഞിട്ട് സുധാമാവ്, അവനെ ഓർമ്മ വന്നു. പെട്ടെന്ന് ഭഗവാൻ കാണുന്നത് താഴെ ഒരു വികൃതമായ ഒരു നിഴല് പോലത്തെ രൂപം ഇങ്ങനെ വരെയാണ്. കുചേരനാണെന്ന് മനസ്സിലാക്കാൻ ഭഗവാൻ അവിടെ നിന്ന് ചാടി എണീറ്റ് ഭഗവാൻ ഇറങ്ങി ഓടും. ഇങ്ങനെ അദ്ദേഹം ഇറങ്ങി ഓടുകയാണ്. ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ 7ാമത്തെ നിലയിൽ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആളുകൾ പേടിച്ചു. ഈശ്വര ഭഗവാൻ ഇറങ്ങി ഓടണം, എല്ലാവരും കൂടെ ഓടും. പോകുമ്പോൾ ഭഗവാൻ നേരെ എന്ത് ഈ കുചേരൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനെ കണ്ട് കാലിലേക്ക് വീഴുകയാണ്. ബ്രാഹ്മണനെ ആദ്യം കാലിൽ ഇവിടെ കെട്ടിപ്പിടിക്കുന്നു, ഇവനെ കുടയും പടിയൊക്കെ ലക്ഷ്മി ദേവിയെ കൊടുക്കുന്നു, ഇവനെ കൊണ്ടകത്തേക്ക് വരികയാണ്. അപ്പം കുചേരൻ പറയുന്നുണ്ട്, ഞാൻ താഴെ ഇരുന്നോളാം, എന്നാൽ ഞാനും താഴെ ഇരിക്കാന്ന് പറയും. അപ്പോൾ ഈ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളും താഴെ ഇരിക്കും. അതുകൊണ്ട് കുചേരൻ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇവർ സംഭാഷണമെല്ലാം നടത്തി ഇദ്ദേഹത്തിനെ പൂജ നടന്നു. ജല തോയ ഗന്ധ ധൂപദീപം, ജലം മണം തുടങ്ങിയതെല്ലാം കൊണ്ട് ധൂപവും ദീപവും എല്ലാം കൊണ്ട് പൂജ നടത്തി ഈ കാല് കഴിയ വെള്ളം ഭഗവാൻ തീർത്ഥമായിട്ട് തളിക്കുകയും എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തതിന് ശേഷം ആലോചിക്കണം, ഈശ്വരനാണ്, പരമാത്മാവാണ്, അദ്ദേഹമാണ് ഈ ചെയ്യുന്നത്. കുചേരൻ ഇങ്ങനെ മതിമറന്നിരിക്കണം, ഇത് ഏത് ലോകത്തെത്തി എന്നുള്ള രീതിയിൽ. ഇവർ പഴയ കാലം സംസാരിച്ചോളാം. അങ്ങനെ സംസാരിച്ചോളുമ്പോൾ ലക്ഷ്മി ദേവി ഉള്ളിൽ പോയി ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് മണിക്കൂറുകൾ നാഴികൾ വിനാഴികൾ എല്ലാം സംസാരിച്ചുകൊണ്ട് കൃഷ്ണനും കുചേരനും അന്ന് ആ കൊച്ചു പിള്ളേരായിട്ട്. അപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ അവിടെ പോയി വിറക് പിടിക്കാൻ വേണ്ടി അമ്മ ഗുരുപത്നി പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടും കൂടെ പോയി അവിടെ കാട്ടിൻ്റെ അകത്തായിപ്പോയി, വഴി അറിഞ്ഞുകൂടാതായിപ്പോയി. അന്ന് നമ്മളൊരു വള്ളിക്കുള്ളിലത് ഒളിച്ചിരുന്നതും ഗുരു വന്ന് കണ്ടുപിടിച്ചതും ഇങ്ങനെ ഇത് കഥകളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ സമ്മാനം കിട്ടുന്ന അപ്പൂനും അമ്മയും. എന്തുകൊണ്ട് കുചേരൻ ഈ ദാരിദ്ര്യം അനുഭവിച്ചു എന്നുള്ളതാണ്. അന്ന് കുചേരനിൽ ഒരു പിടി അവിലുണ്ടായിരുന്നു, ഈ അമ്മ കൊടുത്തു വിട്ടത്. ഇവർ ടേൺ വെച്ചാണ് ഉറങ്ങുന്നത്. ആദ്യം ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റേ ഇട്ടിരിക്കും. അപ്പോൾ കൃഷ്ണൻ ഉറങ്ങാൻ നേരത്ത് കുചേരന് വിശപ്പ് കൊച്ചു പിള്ളേരല്ലേ, വിശപ്പ് സഹിക്കുമ്പോൾ കൃഷ്ണൻ അറിയാതെ കുറച്ച് വാലെടുത്തിട്ട് തിന്നും. അപ്പോൾ കൃഷ്ണയ്ക്ക് എന്താ സുധാമ ഒരു ശബ്ദം ചോദിക്കുമ്പോൾ പറയും, പേടിച്ചിട്ട് പല്ലിടിച്ചാണ്. ഭഗവാൻ ആ ഒരു പിടി കൊടുക്കാത്തതിനാണ് ഈ അത്രയും വർഷം ദാരിദ്ര്യം അനുഭവിച്ചത്. അത് അനുഭവിപ്പിച്ച ഭഗവാന്റെ തന്ത്രപരമായിട്ട് അനുഭവിച്ചത് ആലോചിച്ച് നോക്കണം. എങ്ങനെ ഉള്ളവനാണ് വല്ലഭന്, അതാണ് അവന് അവിലും പുല്ലും എല്ലാം ആയതോടെ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് നേരം എടുക്കുന്ന ഏറ്റവും. അപ്പം കുചേരൻ പറയും, ഞാൻ ഇങ്ങനെ വന്നു കൃഷ്ണ, നിന്നെ കണ്ടു. കൃഷ്ണന്റെ കൈയൊക്കെ തൊട്ടിരിക്കാൻ തേരാളിയെ പോലെ ഇരിക്കുകയാണ്. തേര് ധരിച്ചവനാണ് യുദ്ധത്തിൽ, മഹായുദ്ധത്തിൽ. നിന്നെ ഒന്നും കാണാൻ പറ്റില്ല. നീ പണ്ട് തന്ന ആ പോകാൻ നേരത്തിൻ്റെ തലയിൽ നിന്ന് നടക്കുന്ന പീലി, അത് വച്ച് ഞാൻ ഇന്നും ആരാധിക്കുകയാണ് ഭഗവാനെ ഇങ്ങനെ പറഞ്ഞു. കൃഷ്ണ അപ്പം ചോദിക്കും, നിനക്ക് എന്ത് വേണം ചോദിക്കും. അപ്പം കുചേരൻ വന്നതെല്ലാം മറന്നു, എല്ലാം മറന്നു വെച്ച് കുചേരൻ പറഞ്ഞു, ഒന്നും വേണ്ട, ഇതിനെ കണ്ടാൽ മാത്രം മതി. എന്നുവെച്ചാൽ ഒരു ലിമിറ്റോ ഒരു അളക്കാൻ കഴിയുന്നതോ അല്ലാത്ത നിന്നിലുള്ള ഭക്തി എനിക്ക് എന്നും ഉണ്ടാവണം. അപ്പോൾ കൃഷ്ണൻ പറയും, മതി, കുറേ സംസാരിച്ചു, എനിക്ക് വിശക്കുന്നു. എനിക്കാണെങ്കിൽ ഞാൻ പെരുവേറെന്ന് എല്ലാവരും പറയുന്നുണ്ട്. കൃഷ്ണൻ മോഷ്ടിച്ച് തിന്നും, പിടിച്ചു പറിച്ച് തിന്നും. കൃഷ്ണൻ അങ്ങനെയാണ്.
ഭക്ഷണം കഴിക്കുക, എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴത്തേക്കും നിന്റെ കയ്യിലകത്ത് എന്താ കാണുന്നതെന്ന് ചോദിക്കുക. കുറേ ഒന്നുമില്ല. അപ്പോൾ കുചേലൻ നാണക്കേടായി പോയി. കൊഴുത്തു നാറുന്ന അവിലാണ് ഭഗവാന് കൊടുക്കേണ്ട, ഇത്രയും സുഖസൗകര്യത്തിരിക്കുന്ന ഭഗവാൻ തരാൻ പറയും, കൊടുക്കൂല. പിടിച്ചു വാങ്ങി ഭഗവാൻ അത് തുറന്ന് അത് വളരെ സന്തോഷത്തോടെ കഴിക്കും. ഇയാളാണെങ്കിൽ യാത്രാക്ഷീണം കൊണ്ട് സങ്കടം കൊണ്ടാകും ബോധം പോയൊരവസ്ഥയിലും ഭഗവാൻ രണ്ടാമത്തെ പിടിയെടുത്ത് കഴിക്കാൻ പോകുന്നിടത്ത് രുക്മിണി ദേവി ലക്ഷ്മി ഒന്ന് കഴുകി പിടിച്ചിട്ട് പറയും, മതി, നല്ല ഭർത്താവ്. അപ്പം എന്നെ ഇനി കുചേലന്റെ ദാസിയാക്കി പറഞ്ഞു വിടണമെന്ന് ചോദിക്കും. ഭഗവാൻ പറയും, അയ്യോ അതൊന്നും അങ്ങനെ നല്ല അവര് നീ കഴിച്ചോന്ന് പറയും. അങ്ങനെ ഈ പുഴുത്ത അവര് കഴിക്കാനാണ് ഞാൻ ഇരിക്കുന്നത്. നീ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് മുതൽ ഞാൻ നിന്റെ കൂടെ ജീവിക്കുകയാണ്. ഇപ്പം നീ എന്നെ ദാസിയാകും. നീ ഈ ഭക്തന്മാരെ കാണുമ്പോൾ കൃഷ്ണ എല്ലാം മറക്കുകയും ചെയ്യും. അപ്പോഴാണ് കൃഷ്ണൻ മനസ്സിലാവുന്നത്. ഭക്തന്റെ ഇത് കാണുമ്പോൾ കൃഷ്ണൻ ഭഗവാൻ ഭക്തന്റെ അങ്ങ് അലിഞ്ഞ് ചേരുകയാണ് കൃഷ്ണൻ. എല്ലാം മറന്നുപോയി. ലക്ഷ്മി ദേവി രണ്ടാമത്തെ പിടി കഴിച്ചു കഴിഞ്ഞാൽ കൃഷ്ണനിൽ നിന്ന് പോയി അവിടെ ചേർന്ന് കഴിയും. ഭഗവാൻ പറയാം, ശരി ഞാൻ മറന്നുപോയി, തൽക്കാലം സമാധാനിക്കുന്നവന് കൊടുത്ത് വിടുകയും ഇദ്ദേഹത്തിനടുത്ത് ചെന്ന് പറയും. കുചേലൻ ഞെട്ടി എണീക്കുമ്പോൾ കുചേലൻ്റെ അടുത്ത് പറയും, ഇത്രയും വയറ് നിറയെ ഭക്ഷണം, ഒരു പിടി വൃത്തികെട്ട നമ്മളൊന്നും കണ്ടു കഴിഞ്ഞാൽ കഴിക്കാത്ത അവിലാണ് ഭഗവാൻ വാങ്ങി കഴിച്ചത്. ഇത്രയും മധുരമുള്ള അവില് ഞാനിത് രണ്ടാം പ്രാവശ്യം ഇത്രയും മധുരമുള്ള ഭക്ഷണം ജീവിതത്തിൽ കഴിക്കുന്നത്. ആദ്യത്തെ എപ്പോഴായിരുന്നു ഭഗവാൻ പറയും, പറയാമോ ആർക്കെങ്കിലും? ദുർവാസാവ് മഹർഷിയും എല്ലാവരും വന്നിരിക്കുമ്പോൾ അക്ഷയപാത്രത്തിൽ ഭക്ഷണമില്ല. അന്ന് പാഞ്ചാലി കഴിച്ചു കഴിഞ്ഞു. അതിൻ്റെ എച്ചിൽ ഒരു കഷ്ണം കീരത്തുണ്ടുണ്ടായിരുന്നു. എൻ്റെ കൃഷ്ണ എന്ന് പാഞ്ചാലി വിളിച്ചപ്പോൾ ഭഗവാൻ അവിടെ എത്തി ആ എച്ചിലെടുത്ത് തിന്നതുകൊണ്ടാണ് അന്ന് ദുർവാസാവിൻ്റെ എല്ലാം വയറ് നിറഞ്ഞത്. അപ്പോൾ ഓരോ കഥയ്ക്ക് എത്ര ഉപകഥകളെന്ന് ആലോചിച്ചു ഭഗവാന്റെ. അതിനുശേഷം ഭഗവാൻ പറയും, അന്ന് ആദ്യം നിറഞ്ഞു, ഇന്ന് രണ്ടാമത് നിറഞ്ഞു. ഇത്രയും ഞാൻ കഴിച്ചിട്ടില്ല. കാരണം എന്താ? ഈ വയറ് നിറഞ്ഞത് ഭക്ഷണം കൊണ്ടല്ല, നിങ്ങൾക്ക് എന്നിലുള്ള ആ പ്രണയം, പ്രേമം, ആ ഭക്തി കൊണ്ടാണ്. അത് കഴിയുമ്പോൾ സമയമോ പുലർച്ചയോ കുചേലൻ പറയും പോകണം. കൃഷ്ണൻ പറയും പോകാൻ പറ്റില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ. പക്ഷേ 28 മക്കളൊക്കെ ഉണ്ട്, പോകണം എന്നൊക്കെ പറയുന്നു. പക്ഷെ ശരി പോയിട്ട് വരുമെന്ന് പറയും.